കൊടകര കുഴൽപ്പണക്കേസിൽ നിന്നൊഴിയാൻ കേരള പോലീസും. കൊടകര കേസിൽ കേരള പോലീസിനും താൽപര്യമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP ജില്ലാ ഓഫീസിൽ 6 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയിരുന്നുവെന്ന നിഗമനത്തോടെ കൊടകര കുഴൽപ്പണക്കേസിലെ പുനരന്വേഷണം പോലീസ് അവസാനിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇതോടെ കൊടകര കേസിൽ കേരള പോലീസിനും താൽപര്യമില്ല എന്ന് വ്യക്തമാവുകയാണ്. കേരള പോലീസിന്റെ നിലപാട് ഇങ്ങനെയാവുമ്പോൾ കൊടകരയിലെ അന്വേഷണ അട്ടിമറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ച CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ എന്തു ചെയ്യുമെന്നും കണ്ടറിയണം. കുഴൽപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് BJP ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു. എന്നാൽ തന്റെ മൊഴിയെടുത്തതിൽ പോലീസ് അന്വേഷണം അവസാനിച്ച സാഹചര്യത്തിൽ BJP നേതാക്കളെ പ്രതി ചേർത്ത് സതീഷ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. BJP ഓഫീസിൽ ചാക്കുകളിലാക്കി പണം എത്തിച്ചുവെന്ന് സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് പോലീസ് പുനരന്വേഷണം നടത്തിയത്. എന്നാൽ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനപ്പുറം അന്വേഷണം നീങ്ങിയില്ല. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് EDയും ആദായ നികുതി വകുപ്പുമാണെന്ന് കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അതായത് പോലീസ് എല്ലാ അർത്ഥത്തിലും തലയൂരി. പോലീസിനും ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് സതീഷ് BJP നേതാക്കളെ എതിർകക്ഷികളാക്കി സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്.